ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വാളമീൻ കറിയാണ് വെക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് വാളമീൻ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കഷ്ണങ്ങളിൽ ചിലതിലൊക്കെ ഐസ് ഉണ്ട്, ചിലതിലൊന്നും ഐസില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി വേണം ഐസൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ പുതിയ വെള്ളത്തിൽ അതൊക്കെ മാറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ പറമ്പിൽ പോയിട്ട് വേപ്പില പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പറമ്പിൽ ചെന്നിട്ട് വേപ്പിൻ്റെ മരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വേപ്പിലൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കണേ കേട്ടോ. അപ്പോൾ എന്തായാലും അത് എന്നെ കൊണ്ട് എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചെന്നിട്ട് വേപ്പിൻ്റെ തണ്ടിൽ അവിടെ നിന്ന് ഒരു കൊമ്പ് പൊട്ടിച്ചെടുത്തു കേട്ടോ. ആ കൊമ്പ് പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ നോക്കുന്ന ടൈമിലുണ്ട് ആ സൈഡിൽ കൂടെ ഒരു മഞ്ഞ നിറത്തിലുള്ള ചേനത്തണ്ടൻ പാമ്പിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എന്നെ കണ്ട കാരണം കൊണ്ടാന്ന് തോന്നുന്നത് ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല കേട്ടോ. വെറുതെ എന്തിനാ ഞാൻ അതിനെ ശല്യപ്പെടുത്തണേ. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. തൊലി കയ്പ്പം വാങ്ങിയില്ലേ, അത് 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കൂട്ടാനിലേക്കൊക്കെ ബെസ്റ്റ് മാങ്ങ കേട്ടോ ഈ തൊലി കയ്പ്പൻ മാങ്ങ എന്ന് പറയണത്. അപ്പോൾ ഒരു നാളികേരം ചിരണ്ടി വെച്ചിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിയും പച്ചമുളകും വേപ്പിലും ചതച്ചത് ഈ മീൻ കഷ്ണത്തിലേക്ക് ആദ്യം ആഡ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായി കൂട്ടിത്തരും. ബട്ട് ഞാനിതിൽ കഷ്ണം വറക്കാനായിട്ട് എടുക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീനുള്ളൂ. അത് കാരണം കൊണ്ട് മീൻ കഷ്ണം വറക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഓരോരുത്തർക്കും ഓരോ കഷ്ണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കൂട്ടാൻ വെക്കാനൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് മീൻ കഷ്ണം വറക്കണില്ല കേട്ടോ. അത് കാരണം കൊണ്ട് നിങ്ങൾ മീൻ കഷ്ണം വറക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയുപ്പും ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി തിരുമ്പി കഷ്ണങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രം മല്ലിപ്പൊടി 1.5 ടീസ്പൂണ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനത് നന്നായി കൂട്ടി തിരുമ്പണം കേട്ടോ. എന്നാലും ആ മീനിലേക്ക് ആ ഇഞ്ചിരിയും ചുവന്നുള്ളിരിയൊക്കെ എസൻസ് ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ താപ്പിന് അവിടുന്ന് ഓരോ മാങ്ങ കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ആനിവേഴ്സറിയാണ്, ആനുവൽ ഡേ ആണ്. അപ്പോൾ അവരിന്ന് മുടക്കാണ്. അത് കാരണം കൊണ്ട് അവൻ ഓരോ മാങ്ങ എടുത്തുകൊണ്ട് പോവുക. ഒരു പ്രാവശ്യം ക്ഷമിച്ചു, ഒന്ന് നിർത്തിയിട്ട് പോടാ, ഇനി മീൻ കൂട്ടാൻ വെക്കാനില്ല എന്നും പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞു കൂട്ടാ. അപ്പോൾ അവൻ അവൻ ഒന്ന് ഓടിപ്പോയി അവിടെ നിന്ന്. അപ്പോൾ മീൻ കഷ്ണമൊക്കെ ഇങ്ങനെ നന്നായിട്ട് റെസ്റ്റിങ്ങിന് വെച്ചു കൂട്ടാ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റിങ്ങിന് വെക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ നാളികേരം നമുക്ക് അടിച്ചെടുക്കാം. ഞങ്ങൾ മിക്സിയിൽ നാളികേരം 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ മിക്സിയിലേക്ക് നാളികേരം ചിരണ്ടി വെച്ചത് ഞങ്ങൾ ആഡ് ചെയ്തു കേട്ടോ. ഇതിൽ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മീൻ കൂട്ടാൻ വെക്കാന്ന് വെച്ചാൽ നാളികേരം ഉണ്ടെങ്കിൽ ഒരെണ്ണം മസ്റ്റായിട്ട് എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് മിക്സിയിൽ അടിച്ചെടുക്കും കേട്ടോ. മിക്സിയിൽ അടിച്ചെടുത്ത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ വേർതിരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മീൻ കൂട്ടാനിലേക്ക് ഒഴിക്കുക. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കട്ടിയുള്ള പാൽ വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. 2-ാം പാൽ പിഴിയുമ്പോൾ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് 1-ാം പാൽ മിക്സിയിൽ ജാറിലിരിക്കുന്നത് 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീനിലേക്ക് 2-ാം പാൽ ആഡ് ചെയ്തു കേട്ടോ. 2-ാം പാൽ എന്തായാലും മീൻ ഒരുവിധം റെസ്റ്റ് സമയം നല്ല കുറച്ച് നേരം 10 മിനിറ്റ് നേരം ഞാൻ റെസ്റ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-ാം പാൽ അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ 2-ാം പാൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ആ കട്ടയൊക്കെ ഉണ്ടാവും, മീൻ കഷ്ണങ്ങളൊക്കെ നല്ല ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവേ. അപ്പോൾ അതൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ തൊലി കയ്പ്പ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ അവരെത്തി, അമ്മ ഒരു കഷ്ണം തായോ എന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ച് ഒരുവിധമായി മാങ്ങ, ഇനി തരാനില്ല എന്നും പറഞ്ഞ് അവരെ ഒന്ന് പോയി തരൂ മക്കളെ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഗ്യാസിൽ വെച്ചു കേട്ടോ. ഞങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നത് കേട്ടോ മീൻ കൂട്ടാൻ. ആദ്യം അടുപ്പിലാണ് വെച്ചേർന്നത്. പിന്നെ കുറച്ച് നാളായിട്ടാണ് ഗ്യാസിലേക്ക് മാറ്റിയത് കേട്ടോ. അത് കഴിഞ്ഞ്
നന്നായി ഇപ്പം മീൻ കഷ്ണമൊക്കെ നന്നായി തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ വാളമീൻ അധികം വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തലയൊക്കെ ഇങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിഴിഞ്ഞ് വെച്ച വെള്ളം ചേർക്കാത്ത പാലില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കല്ലുപ്പ് ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ കല്ലുപ്പ് ആഡ് ചെയ്ത് എന്തായാലും തിളച്ച് അതെന്തായാലും അത് കൂടി യോജിച്ചോളൂ. അങ്ങനെ ഉപ്പ് കുറവ് തോന്നിയ കാരണം കൊണ്ട് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ തിള വരണം കേട്ടോ. നല്ല പോലെ തിളച്ചാൽ മാത്രമേ മീൻ കൂട്ടാൻ നമുക്ക് അധികം നേരം ഒരു 10 മണി 11 മണി വരെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ തിളച്ച് പൊന്തി കഴിഞ്ഞാൽ മീൻ കൂട്ടാൻ കുറേ നേരം ചീത്തയാവാണ്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നായി തിളയ്ക്കണം കേട്ടോ. അപ്പോൾ തിളക്കണേൻ്റെ ഇടയിൽ ഞാൻ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അടി പിടിക്കും. ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണേ. അങ്ങനെ ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടിയിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറുതായിട്ട് സ്ലൈസാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്തു. അപ്പോൾ എല്ലാവർക്കും അറിയാം കാച്ചണ രീതിയൊക്കെ. ഞാൻ പറഞ്ഞു തരുന്നൊന്നും വേണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും സ്ലൈസാക്കി അരിഞ്ഞ് അതിൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ഗ്യാസ് നിർത്തിയിട്ട് നമുക്ക് മീൻ കൂട്ടാനിലേക്ക് ചെരിയാം കേട്ടോ. അപ്പോൾ മീൻ കൂട്ടാനിലേക്ക് ചെരിയുമ്പോൾ തന്നെ അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇത്തിരി ചാറ് ഒഴിച്ച് അതിലേക്ക് വീണ്ടും ചെരിഞ്ഞ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ ബായ്.